ഹലോ. 2025 അവസാനം എന്തായാലും നല്ലൊരു യാത്രയിലൂടെ തന്നെയാണ് നമ്മൾ 2025 ബൈ പറഞ്ഞത്. അത്യാവശ്യം സാഹസികതയും അതുപോലെ ട്രക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല്. അതായത് കോട്ടയം ജില്ലയിലാണിത് വരുന്നത്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ കാക്കനാട് നിന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ദൂരമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ആണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാനുള്ള അനുമതിയില്ല. അവിടെ നമ്മൾ ജീപ്പിൽ വേണം മേലോട്ട് പോകാനായിട്ട്. ഏകദേശം ഒരു 5-8 മിനിറ്റ് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാനുള്ള ഒരു വഴിയിലെത്തും. അവിടെ നിന്ന് നടന്ന് വേണം നമ്മൾ കയറാനായിട്ട്. ഈ ജീപ്പ് ഒരു കുറച്ച് ദൂരം മാത്രമേ നമ്മളെ കൊണ്ടുപോകുള്ളൂ. അവിടെ നിന്ന് ഇതുപോലെ നമ്മൾ കയറിയിട്ട് വേണം അതിൻ്റെ അറ്റത്തോട്ട് എത്താനായിട്ട്. ഇതൊരു 10-11 മണി ടൈമിലുള്ള വ്യൂ ആണ്. നല്ല കോടയായിരുന്നു. അത്യാവശ്യം നമുക്ക് കയറി പോകാനുണ്ട്. നന്നായിട്ട് നടക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ. ഈ അറ്റം വരെ നമ്മൾ കയറിപ്പോകണം. ഡുമ്മിക്കുട്ടി അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറി പോകുന്നുണ്ട്. കയറി നമ്മൾ അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ ഉള്ള ഒരു മേലെന്ന് ഇപ്പം താഴോട്ടെടുത്ത വ്യൂ ആണ്. കയറി എത്തി മേലെന്ന് താഴോട്ടെടുത്ത വ്യൂ ആണ്. കോട തന്നെയാണ് അവിടെ. പിന്നെ നമുക്ക് പിടിച്ച് കയറാനായിട്ട് ഇങ്ങനെ ഒരു കമ്പിവേലിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേര് ഇറങ്ങി വരുന്നുണ്ട്, നമ്മൾ കുറച്ച് പേര് കയറി പോകുന്നുണ്ട്. ഇതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ നമ്മൾ എത്തിയ സമയത്തുള്ള വ്യൂ ആണ്. കോട ആയതുകൊണ്ട് അത്യാവശ്യം മൂടി തന്നെയായിരുന്നു കിടന്നിരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു വ്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അങ്ങോട്ടുള്ള വഴി, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പോകാനുള്ള വഴിയാണിത്. ഇവിടെ നിന്ന് അത്യാവശ്യം താഴോട്ട് നോക്കാനുമ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂസ് ഉണ്ട്. പിന്നെ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക്. ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ മേലോട്ടുള്ള വ്യൂ ആണ്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ജീപ്പിൽ തന്നെ ഇറങ്ങി താഴോട്ട് വന്നു. അടുത്തതായിട്ട് നമ്മൾ ഇലവിഴ പൂഞ്ചിറയാണ് പോകുന്നത്. അത് അത്യാവശ്യം സാഹസികമായിട്ടുള്ള ഒരു ട്രക്കിംഗ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല നമ്മളിപ്പോൾ ചിക്ക്മംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രക്കിങ്ങൊക്കെ ഇല്ലേ, അതുപോലെ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത നമുക്ക് പിടിച്ചിരുന്ന് നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നൊരു ട്രക്കിംഗ് ആയിരുന്നു. അത്യാവശ്യം ഒരു ഓഫ് റോഡ് പോലത്തെ സ്ഥലത്ത് കൂടെ തന്നെയാണ് നമ്മൾ പോയത്. അവിടെ നിന്ന് നമ്മൾ ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇല വീഴാത്ത ചിറ ആയതുകൊണ്ടാണ് അതിന് ഇലവിഴ പൂഞ്ചിറ എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് വലിയ ദൂരമില്ല ഈ ഇല്ലിക്കൽ കല്ല് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇലവിഴ പൂഞ്ചിറ പോവാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ മുനിയറ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് കല്ലൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് പോയി. അവിടുന്ന് മലങ്കര ഡാമിൻ്റെ വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് കോടയായതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു വ്യൂ മാത്രമേ എടുത്തുള്ളൂ. തിരിച്ചവിടെ നമ്മൾ വീണ്ടും വേറെ അതായത് ശരിക്കുള്ള ഇലവിഴ പൂഞ്ചിറ പോവാണ്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നല്ല ഓഫ് റോഡ് ട്രക്കിംഗ് തന്നെയായിരുന്നു. കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് കുറച്ച് അത്യാവശ്യം ധൈര്യം വേണ്ടുന്നതുകൊണ്ടും പിടിച്ചിരിക്കാൻ അവർ പറഞ്ഞതുകൊണ്ടും നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. ഈ തടാകത്തിലേക്ക് ഇല വീഴില്ല എന്നാണ് അവരെ പോയപ്പോൾ അവർ പറഞ്ഞതുകൊണ്ടാണ് അതിന് ആ പേര് വന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തടാകം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇലവിഴ പൂഞ്ചിറയിൽ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതുണ്ടായിരുന്നു. അവിടെ നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട തടാകത്തിൻ്റെ വ്യൂ ആണിത്. നട്ടുച്ചയായിട്ട് പോലും നല്ല തണുപ്പായിരുന്നു അവിടെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് മലങ്കര ഡാം കാണാനാണ്. അത് നമ്മുടെ സ്വന്തം വാഹനത്തിൽ തന്നെ പോയത്. പക്ഷേ അതിനകത്ത് വീഡിയോ ഫോട്ടോസൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ട് അവിടുത്തെ വ്യൂസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു യാത്ര ചെയ്തിട്ടാണ് നമ്മൾ 2025 യാത്രയാക്കുന്നത്. വളരെ നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു.